ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ അവഗണിച്ച് നിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഒരു രീതിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണ്ട, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവഗണിച്ച് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്നത് പോലെ തന്നെയാണോ അവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അവോയ്ഡ്നെസ് ഫീൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്ട്രെങ്ത്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 8 of cups, 9 of swords, Knight of Swords, King of Swords, High Priestess, 6 of Swords, 6 of Cups, 7 of Wands, 3 of Swords, 5 of Pentacles, 3 of Pentacles, 7 of Pentacles, Page of Cups, the Emperor, Ace of Cups, 7 of Cups, 9 of Cups, Queen of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ടവർ എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടവർ എനർജി ആണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥ. വെല്ലുവിളി നിറഞ്ഞ അവസ്ഥ എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടാവില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോയി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവണം. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ വലിയ കാര്യമായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ശ്രമിക്കുന്നുണ്ടാവില്ല. വേണ്ട എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് എന്താണ്, അത് തന്നെയാണോ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ സ്ട്രെങ്ത് എനർജി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് 3 of Swords ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിള്ളൽ എന്ന് പറയുന്നത് മാനസികപരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് തകർക്കുന്നുണ്ട്. വളരെ വലിയൊരു വേദനകളിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇമോഷൻസ് അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങളുടെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം. അതുപോലെ അവരുടെ സ്നേഹം എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം. ആ ഒരു സ്നേഹത്തിന് എല്ലാ രീതിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതൊക്കെ ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട്.
ടെമ്പറൻസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു ചിന്തകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരായിട്ട് തന്നെ നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ വരാനായിട്ട് പ്രേ ചെയ്യുന്നുണ്ട്. പ്രേ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർക്ക് ഡയറക്റ്റ് അങ്ങോട്ട് വന്നാൽ പോരെയെന്ന്. അങ്ങനെയല്ല. ഈ ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ തടസ്സങ്ങളായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തിൽ ഒട്ടും ഇവർക്ക് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കായിരിക്കാം കുറച്ചുകൂടി ഇത് കണക്ട് ആവുക. കാരണം ഇവർ മാത്രം പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഓടി വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇതിനെ കാണിക്കുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എങ്കിലും അവരിപ്പോ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവരായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഇവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അത്രത്തോളം rude ആയിട്ടൊന്നും നിങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മനോനിലയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആദ്യത്തെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവർക്ക് വന്ന ആ ഒരു ദേഷ്യം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും അവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ ലൈഫിൽ നിന്ന് മാറണം അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കരമായിട്ട് വിട്ടിട്ട് പോയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് അതിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് കുറേ മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വേണം എന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഇതിന്റെ പുറകെ പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പോയി നിങ്ങളിപ്പോ ബാക്കിലേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്കിപ്പോ എന്തുവാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾ ചേസിങ് പരിപാടി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന എല്ലാം നൊസ്റ്റാൾജിയ കാണാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കഴിഞ്ഞു പോയ ആ ഒരു മെമ്മറീസ്, പാസ്റ്റിലാണ് ഇവര് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹവും കെയറിങ്ങും എല്ലാം ഇവർക്ക് മിസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇവര് ഇപ്പൊ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇവരെ ചേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം ഇവർ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഇവരായിട്ട് തന്നെ തിരിച്ചിരിക്കുന്നത്. യാത്ര എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കാർഡാണ് ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതും ഇവർ ഹൃദയം കൊണ്ടും അതുപോലെ തന്നെ തല കൊണ്ടും ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത്. ബുദ്ധിപൂർവമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിങ്കിങ്ങിലാണ്. വാണ്ട് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് മാറ്റാനെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഫോണിലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ബ്ലോക്ക് ഒക്കെ മാറ്റാനുള്ള ഒരു സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. ഇവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവരുടെ ലൈഫിൽ. ഇവർ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരവിടെ ഒട്ടും തന്നെ ഹാപ്പി അല്ല. അതുപോലെ തന്നെ ലൈഫിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇപ്പൊ ലേൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 of cups വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അവരുടെ മനസ്സിൽ അൺകണ്ടീഷണലി ആയിട്ടുള്ള ഒരു ലവ്, ഒരു പ്രണയം ഇതെല്ലാം നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ അവർ നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു അകൽച്ച ഒരിക്കലും അവരുടെ ആ ഒരു സ്വന്തം മനസ്സോടെ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പുറമേ ഒരു മുഖം മൂടി അകമേ മറ്റൊരു മുഖം ഈ ഒരു രീതിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലി വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അതുപോലെ ആ ഒരു സാഹചര്യത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ ചിലപ്പോൾ ചിലവർ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷനോ ചീറ്റിംഗ് എനർജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ദൈവികപരമായ തിരിച്ചറിവ് കൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഇവരുടെ ചിന്താഗതികളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുത്താനായിട്ട് പോകുന്നത്. ഇവരായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ ഇവരായിട്ട് തന്നെ ഇതിന് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വൈകാരികപരമായിട്ടുള്ള പുതിയ തുടക്കം കൊണ്ടുവരണം എന്നുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആഗ്രഹമൊക്കെ ഈ ഒരു വ്യക്തിയിൽ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈൻ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർക്കിപ്പോ ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഡിവൈൻ ടൈമിൽ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് എന്താണ് എന്നുള്ളത് ഇവർ തന്നെ അന്വേഷിക്കുന്നുണ്ട്.
കാരണം സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. ഇവർ പെരുമാറേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളിലും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ രീതിക്ക് റൂഡായിട്ട് പെരുമാറേണ്ടി സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്നർ വോയിസ് ഇവർക്ക് ഒരുപാട് വേദന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം, നല്ല രീതിക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു സ്ട്രക്ചർ ഇതിൽ കൊണ്ടുവരണം എന്നുണ്ട്. അതില് എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു മനോഭാവമാണ്. ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്ട് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ചേസ് ചെയ്യാതെ മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജിയുടെ വേരിയേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഇൻക്രീസ് ആയിരിക്കുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് വീണ്ടും നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് ഇവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിലൊരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം. അർഹമായ ആ ഒരു സ്നേഹത്തിന്റെ കൈകൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ചുറ്റിനും നിൽക്കുന്ന ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിൽ പോലും ചുറ്റിനും നിൽക്കുന്ന ഒരുപാട് പേരെന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതൊക്കെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ലവ്, ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു കൈകൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അപ്പൊ ആ ഒരു കൈകളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉണ്ട്. ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം എത്രത്തോളം തീവ്രമാണ് എന്നുള്ളതൊക്കെ ഇവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവർ മനസ്സിലാകാതെ അല്ല നിങ്ങളോട് ഈ ഒരു രീതിക്ക് ബിഹേവ് ചെയ്യുന്നത്. ഇവർക്ക് അതിൻ്റെതായ ഒരു ടൈം ഇവരുടെ ലൈഫിൽ വേണം എന്ന് ചിന്തിച്ചിട്ടാണ്. ഇവിടെ 8 ഓഫ് കപ്സും അതുപോലെ തന്നെ 9 ഓഫ് കപ്സും വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇമാജിനറി വേൾഡിലാണ്. കാരണം അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്രീമിങ്ങിലൂടെ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്ത് തന്നെയാണ് അവർ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാനോ ഒന്നും സാധിക്കുന്നുണ്ടാവില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം ഇനി ഞാൻ ചേസ് ചെയ്ത് പോവില്ല അല്ലെങ്കിൽ എന്തും ആയാലും എനിക്ക് കുഴപ്പമില്ല എന്നാണെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടക്കി നിൽക്കുന്നവർ തന്നെയാണ്. കാരണം അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ എനർജിയിലേക്ക് ഇവർ നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. പുറമേ കാണിക്കുന്ന ഒരു മനസ്സല്ല ഈ ഒരു പേഴ്സന്റെ എനർജിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഇവരുടെ ഉള്ളുകൊണ്ട് ഇവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ വിട്ടു പോകരുത് എന്നുള്ളത് ഇവര് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ എന്തിനാണ് ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ സ്വന്തം അഭിപ്രായം മാത്രം പറഞ്ഞിരിക്കുന്ന വ്യക്തികളെയല്ല നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി ആകാം, മറ്റു ചിലർക്ക് വ്യക്തികളാകാം, ഫ്രണ്ട്സ് ആകാം, അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പൊ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. എങ്കിലും അവർക്ക് നിങ്ങളെ വിട്ടുകളയാനും സാധിക്കുന്നില്ല. അവർക്ക് അവരുടേതായ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു പൂർണ്ണമായിട്ടും മാറാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ വലിയ രീതിക്ക് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് ആയിരിക്കും റെസനേറ്റ് ആവുക എന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. കാരണം ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പല പല സിറ്റുവേഷൻസ് കൊണ്ട് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവര് മറ്റൊരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയവരുണ്ടാവും. അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ വന്നിട്ട് ആ ഒരു രീതിക്ക് നിങ്ങളെ വിട്ടിട്ട് പോയവരുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എനർജി അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഒരുപാട് ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക ഉയർച്ചയോ കാര്യങ്ങളോ ഉള്ള പേഴ്സൺ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ കുറേ സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല ഒരിക്കലും ഇതിനുള്ള സൊല്യൂഷൻ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ടാണ് അവരിപ്പോ വേദനിക്കുന്നത്. ഇനി അത് നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഇവരിലുണ്ട്. പക്ഷെ എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാനായിട്ട് ഈ ഒരു സമയത്ത് ഇവർ തയ്യാറല്ല. റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ
ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം വളരെയധികം ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെതായ ഒരു കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഇവരെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കാം. എല്ലാ രീതിക്കും ഒരു ഡൗൺ സ്റ്റേജിലൊക്കെ നിന്ന പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതുപോലെ എപ്പോഴും ഒരു പരാതി പറയുക, പരിഭവം പറയുക, ഈ രീതിയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയത് ഇവർക്ക് തന്നെ ഒരു റിലീഫ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സണ് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടെ നിങ്ങൾ മാറിയിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് മാറിയിരിക്കുന്നതും അതുപോലെ കിങ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് എന്ത് വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിനെ നിലനിർത്താനും അതിന് ഇനി എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിപൂർവ്വം തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നീക്കി കണ്ട് ചെയ്യാനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഇവരിലുണ്ട്. കാരണം സ്വന്തം മനസ്സനുസരിച്ച് തന്നെ വേണം പ്രവർത്തിക്കാൻ. മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടോ കാര്യങ്ങൾ കേട്ടിട്ടോ ഒന്നും റിലേഷൻഷിപ്പിൽ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ഇത് മൂവ് ചെയ്യിക്കാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ള തീരുമാനമാണ് ഇവർ എത്തി നിൽക്കുന്നത്. ഇവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവർ തന്നെ ഇപ്പൊ വിശ്വസിക്കുകയാണ്. കാരണം ഇവരായിട്ട് തന്നെ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടും വീണ്ടും ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുകയാണ്. ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ചിലപ്പോൾ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. വലിയ രീതിക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്താണെങ്കിൽ പോലും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ. എന്നിട്ടും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവർക്ക് തന്നെ ഇവർ അത്ഭുതം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാൻ സാധിക്കാത്തത് എന്നുള്ളത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. 3 of Swords ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയാണ്. ഹൃദയം നുറുങ്ങുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആരൊക്കെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവരുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു മനസ്സിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർക്കത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറ്റാരോടും സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഒന്നേ എന്ന് തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ ആയിരിക്കണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് ഒരു കുളം കലങ്ങി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു സീഡ് നട്ട് ആ ഒരു സീഡിൽ നിന്ന് ആ ഒരു വളർച്ച ഉണ്ടായി അതിലൊരു ഫ്ലവറിങ് ഉണ്ടായി ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടത് ഇവർ തന്നെയാണ്. ആ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് ഇവരിപ്പോൾ എന്തായാലും തയ്യാറെടുക്കുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്ഷൻസിൽ ഒരു തീരുമാനം ഇപ്പൊ അവരെന്തായാലും എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. കാരണം അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം വൈകാരികപരമായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം. അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. വളരെയധികം ഇവരിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഇവരിപ്പോൾ വേദനിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു ഭയം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് ഇവർക്ക് പോകുമോ എന്നുള്ളത് ഇവരിൽ തന്നെ ഒരു ഭയമുണ്ട്. പക്ഷേ ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കൊക്കെ ഇവരുടെ ഫീലിങ്സ് നിൽക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളോട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യത്തിൽ ഇവരുടെ ഈഗോ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ആ ഒരു ഈഗോയുടെ കാരണം എന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ മുന്നിൽ ഒന്നും അല്ലാതെ ആയി പോകുമോ എന്നൊരു കോംപ്ലക്സ് ഇവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കുറച്ച് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പക്ഷെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നേട്ടം ഇവർക്ക് വേണം. അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിനെ ഒരിക്കലും ഇവർ ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇവർ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകളിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തി എന്താണോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കോംപ്ലക്സ് നിൽക്കുന്നത് കൊണ്ട് സഡൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് സംസാരിക്കണം എന്നില്ല. പക്ഷെ അവർ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഒരു വ്യക്തിയുടെ ചേസിങ് നിങ്ങളിലേക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾ തമ്മിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ കണക്ട് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു ഭയങ്കരമായ ഓവർ തിങ്കിങ് തോട്ട്സ്
അതെല്ലാം കൂടെ വന്നിട്ട് വളരെ ഒരു മൂഡ് സ്വിങ്സിലൂടെ തന്നെയാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു മൈൻഡിനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഇവർ ഒരുപാട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർക്ക് എന്തിന്റെ വേണ്ടിയിട്ടാണോ ഇവർ നിങ്ങളെ മാറ്റി നിർത്തിയത് ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇവർക്ക് ബാലൻസിങ് കൈവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്കൊക്കെ മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ മറ്റു കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ വില്ലിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഒരു ബന്ധം തകർന്നു പോകാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തന്നുകൊണ്ടിട്ട് വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. വളരെയധികം ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വളരെ പാഷനേറ്റോട് കൂടി തന്നെ ഇവരിപ്പോൾ നോക്കി കാണുകയാണ്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇവരിലേക്ക് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം, ഒരു മ്യൂച്വൽ ഫീലിങ്സ്. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതായത് ഒരേ വൈബ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള വ്യക്തികളായിരുന്നിരിക്കാം നിങ്ങൾ. പരിചയപ്പെട്ട സമയത്തൊക്കെ വളരെയധികം ഒരു ഹാപ്പിനെസ് ആയിട്ട് ഒരേ കാര്യങ്ങൾ ഒരേപോലെ എൻജോയ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. കാരണം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് ഇവര് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവർ എന്തായാലും അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റ് ഇതിൽ കൊണ്ടുവരണം എന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ഇവർ വിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ആ ഒരു സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഒരു ഇന്നർ ചൈൽഡ് ട്രോമ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത വ്യക്തികളാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നർ ചൈൽഡ് ട്രോമ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു പാസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പാസ്റ്റ് ഉണ്ട്. അവരുടെ പാസ്റ്റിൽ അവർ ഫേസ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്കൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും ബാധിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനെയുള്ള ഒരു ഓവർ തിങ്കിങ്ങിലൂടെയൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ രീതിക്കൊക്കെ നിങ്ങളിലേക്ക് പ്രവർത്തിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കാനായിട്ട് അവർക്കൊരു ടൈം വേണ്ടി വന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ടെമ്പറൻസ്, അതായത് ആ ഒരു ഡിവൈൻ ടൈം. ആ ഒരു യൂണിവേഴ്സൽ ടൈം ആയപ്പോൾ നിങ്ങൾ കണക്ട് ആവേണ്ട വ്യക്തികളായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ഇവർ സ്വയം മനസ്സിലാക്കുകയാണ്. ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ആ ഒരു രീതിയിലേക്കെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി നിലനിർത്താനായിട്ട് വളരെയധികം സ്ട്രെങ്തോട് കൂടി, അല്ലെങ്കിൽ വളരെയധികം ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനോട് കൂടി ഒരു റിന്യൂവൽ നടത്താനായിട്ടുള്ള മനസ്സിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് തന്നെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ഈ ഒരു രീതിക്കൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു അകൽച്ച, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അവർ ഈ കാണിക്കുന്ന അകൽച്ചയും കാര്യങ്ങളും ഒന്നും യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല. അവരിപ്പോ പുറമെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു കോംപ്ലക്സ് ഒക്കെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരൊന്നും അല്ലാതെ പോവരുത് എന്നൊക്കെ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു കണക്ഷൻ, ക്ലൂസിന് കൂടെ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യണം. ലിബ്ര സോഡിയാക് സൈൻ ആണ്. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, വി എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, 38, ഭരണി എന്നൊരു സ്റ്റാർ, 1972, എ എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്,
7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. 35, 10 എന്നൊരു നമ്പർ, പി എന്നൊരു ലെറ്റർ, തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഡിസംബർ മന്ത്, 36, അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ എന്നൊരു മന്ത്, ഡി എന്നൊരു ലെറ്റർ, തൃക്കേട്ട, എച്ച് എന്നൊരു ലെറ്റർ, ടി എന്നൊരു ലെറ്റർ, പൂരാടം, 27, ലിയോ സോഡിയാക് സൈൻ ആണ്. അവിട്ടം, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, പൂരം എന്നൊരു സ്റ്റാർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 44 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, അവരുടെ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ എനർജി, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.